മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയ്ക്ക് കനത്ത തിരിച്ചടി. കല്യാൺ ഡോംബിവിലെ മേയർ തെരഞ്ഞെടുപ്പിൽ രാജ് താക്കറെയുടെ MNS മഹായുതിയെ പിന്തുണയ്ക്കും. BJP, ശിവസേന, MNS പാർട്ടികൾ ചേർന്ന് മേയറെ തെരഞ്ഞെടുക്കുമെന്ന് ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ പറഞ്ഞു. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നേരത്തെയും ഉണ്ടായത്. ഇപ്പോൾ കല്യാൺ ഡോംബിവാലയിൽ മേയർ തെരഞ്ഞെടുപ്പിൽ രാജ് താക്കറെയുടെ MNS മഹായുതിയെ പിന്തുണയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ. രോഹിണി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം പുറത്തു വന്നതോടുകൂടി മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചിത്രം വീണ്ടും മാറുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് അവിടെ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരുമിച്ച് നിന്നുകൊണ്ട് താക്കറെ സഹോദരന്മാർ ഒന്നിക്കുന്നു എന്ന വലിയ പ്രചാരണം നടത്തിക്കൊണ്ടായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗവും ഒപ്പം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രാജ് താക്കറെയുടെ പാർട്ടിയും ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ താക്കറെ സഹോദരന്മാർ കനത്ത തിരിച്ചടി നേരിടുകയും ജനപിന്തുണ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടുകൂടിയാണ് രാജ് താക്കറെയുടെ പുതിയ നീക്കം. നിലവിൽ കല്യാൺ ഡോംബിവിലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ മഹായുതിക്കൊപ്പം BJP നേതൃത്വം നൽകുന്ന മഹായുതിയെ പിന്തുണയ്ക്കാനാണ് രാജ് താക്കറെയുടെ MNS തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും MNSഉം ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മേയറെ തെരഞ്ഞെടുത്ത് ഭരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ശിവസേന ഷിൻഡെ വിഭാഗ നേതാവ് ശ്രീകാന്ത് ഷിൻഡെ MP വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സഖ്യം മഹാരാഷ്ട്രയിലുടനീളം ഉണ്ടാകും. ഒപ്പം മുംബൈയിൽ മഹായുതിയുടെ തന്നെ മേയർ ഉണ്ടാകും എന്ന പ്രതികരണം കൂടി ശ്രീകാന്ത് ഷിൻഡെ നടത്തിയിട്ടുണ്ട്. മുംബൈയിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നിട്ടുള്ളത്. 85 അംഗങ്ങളാണ് BJPക്കുള്ളത്. അവിടെ ഷിൻഡെ വിഭാഗം കൂടെ ചേർന്നുകൊണ്ട് മഹായുതിയുടെ മേയർ ഉണ്ടാകും എന്നുള്ളതുമാണ് ശ്രീകാന്ത് ഷിൻഡെ വ്യക്തമാക്കിയത്. ഈ ഒരു നീക്കം, രാജ് താക്കറെയുടെ നീക്കം ഉദ്ധവ് താക്കറെയ്ക്ക് കനത്ത തിരിച്ചടി, കനത്ത രാഷ്ട്രീയ പ്രഹരമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ശിവസേനയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന മുംബൈയിൽ പോലും താക്കറെ സഹോദരന്മാർ ഒരുമിച്ച് നിന്നിട്ടും ജനപിന്തുണ നേടിയെടുക്കാൻ സാധിച്ചില്ല. അവിടെ BJP മികച്ച വിജയം കൊയ്യുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിൽ ഉദ്ധവിൻ്റെ കൂടെ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടം വരും തെരഞ്ഞെടുപ്പിലും ഉണ്ടാകില്ല എന്ന വിലയിരുത്തൽ നടത്തിക്കൊണ്ട് രാജ് താക്കറെ കളം മാറ്റുന്നത്. താക്കറെ സഹോദരന്മാരുടെ സഖ്യം അതിവേഗത്തിൽ പൊളിയുന്നു. രാജ് താക്കറെ മഹായുതിക്കൊപ്പം നിൽക്കാനും കല്യാൺ ഡോംബിവിലിയിൽ മേയർ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതിയെ പിന്തുണയ്ക്കുവാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.